ഹായ്. ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണ് പ്രേമലു. നസ്ലിനും മമിത ബൈജും അവരൊക്കെ എന്ന് പറയുന്നത് പല സിനിമകളിലും നായിക അല്ലെങ്കിൽ രണ്ടാമത്തെ നായകൻ നായിക അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗംഭീരമായിട്ടുള്ളൊരു ബ്രേക്ക് ആയിരിക്കും ഈ സിനിമ. ഗിരീഷ് ഷേഡിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം തണ്ണീർമത്തൻ ദിനങ്ങൾ എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് കണക്റ്റ് ആവാത്തൊരു സിനിമയാണ്. ആ പടം വൻ വിജയമായിരുന്നു. 50 കോടി ക്ലബിലൊക്കെ കയറിയ സിനിമയാണ്. അതിനൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ എന്നാലും നമുക്ക് ചില ഗംഭീരം എന്ന് പറയുന്ന സിനിമകൾ പോലും നമുക്ക് കണക്റ്റ് ആവണമെന്നില്ലല്ലോ. അതേപോലെ തന്നെയായിരുന്നു സെക്കൻഡ് സിനിമ. എനിക്ക് കുറേയൊക്കെ കണക്റ്റായി, പക്ഷേ എന്നാൽ കുറേയൊക്കെ എനിക്ക് അത്ര അങ്ങോട്ട് കണക്റ്റ് ആവാത്തൊരു സിനിമയായിരുന്നു സൂപ്പർ ശരണി. ഇപ്പോൾ മൂന്നാമത്തെ സിനിമയായിട്ടുള്ള പ്രേമലുവിലേക്ക് വരുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ ചിലപ്പോൾ കുറച്ച് പേരുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമകൾ രണ്ടും ചിലപ്പോൾ കണക്റ്റ് ആവാതെ പോയവർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ഗിരീഷ് ഷേഡിയുടെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒരേപോലെ എൻ്റർടൈനിങ് ആവുന്നൊരു സിനിമയായിരിക്കും പ്രേമലു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രേമലുവിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നസ്ലിൻ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഉദയമാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ ഓരോ ഡയലോഗിനും അതുപോലെ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സീനുകളും, അത് പുള്ളി മാത്രമല്ല കേട്ടോ, അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഗംഭീരമായിട്ടുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നസ്ലിൻ നായകനായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമ കാണുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു എന്താ പറയുക, പ്രേക്ഷകർക്ക് എത്രമാത്രം സ്വീകാര്യനാണ് നസ്ലിൻ എന്നുള്ള ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയും കയ്യടിയായിരുന്നു പുള്ളിക്ക്. പിന്നെ അതുപോലെ തന്നെ മമിതയൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും മെയിൻ കഥാപാത്രങ്ങളായി വരുന്നു എന്നുള്ളൊരു സന്തോഷം, അവർക്ക് നല്ലൊരു ക്യാരക്ടർ നല്ലൊരു ബ്രേക്ക് കിട്ടുമെന്ന് പറയുന്ന സന്തോഷം പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ വെബ് സീരീസിലും ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള അഖില, ശ്യാം, അവരൊക്കെ അഖിലയുടെ അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോർട്ട് ഫിലിമാണ്. അതേപോലെ തന്നെ ശ്യാമിൻ്റെ ചില വെബ് സീരീസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി 18+ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഈ സഖാവൊക്കെ ആയിട്ട്. അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ പടം പുള്ളിക്ക് ശരിക്കും ഇതേപോലെ തന്നെ എത്രമാത്രം നസ്ലിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥാപാത്രം ഗംഭീരമായിട്ട് പുള്ളി തകർത്ത് വിളയാടിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു കൗണ്ടറുകളും ആ സീനുകളൊക്കെയാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പടം സിദ്ദിഖ് ലാലും റാഫി മെക്കാർട്ടിനും പ്രിയദർശനും അവരൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യ അവസാനം എൻ്റർടൈനിങ് ആയിട്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പല സിനിമകളും, ഇപ്പോൾ രോമാഞ്ചം, അതല്ലെങ്കിൽ എന്താ പറയുക ജാനിമൻ, അങ്ങനെ കുറേ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വേറൊരു രീതിയിലുള്ള സിനിമയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് കാര്യമാണ്. അതായത് അത്രയും എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ പോലെ തന്നെ പ്രേമലു മറ്റൊരു രീതിയിൽ നമ്മളെ ആദ്യ അവസാനം എൻ്റർടൈനിങ് ആക്കുന്ന ഒരു സിനിമയാണ്. ഈ പടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പേസ് തരുന്നില്ല. പടം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ ചിരിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റിയൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, നമ്മുടെ കണ്ണ് നിറയുന്നത്. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ പ്രണയവും റിജക്ഷനൊക്കെ നേരിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു വൺ സൈഡ് പ്രണയമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും എപ്പോഴും നമുക്ക് അങ്ങനത്തെ രംഗങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് എവിടെയൊക്കെ നിറയും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ ഈ പടം ത്രൂ ഔട്ടോ പുതുമയൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്കത് എൻജോയ് ചെയ്യാനും എൻഗേജിങ് ആയിട്ട് എൻ്റർടൈൻഡ് ആയിട്ട് കാണിക്കാനും 100% നമ്മളെ രസിപ്പിക്കാനും ഗിരീഷ് ഷേഡിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും തകർത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. കിട്ടിയ സ്പേസ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ മീനാക്ഷിക്ക് കുറച്ച് സ്പേസ് കുറവായോ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സൈഡിൽ നിന്നിട്ട് മീനാക്ഷി എന്താ പറയുക കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് തകർക്കുകയാണ്. പക്ഷേ പലപ്പോഴും ഷോട്ടൊക്കെ വളരെ ലോങ് ഷോട്ടിലാണ് പുള്ളിക്കാരിനെ കാണിക്കുന്നത്. അപ്പോൾ അതെനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ മീനാക്ഷിക്ക് തകർക്കാനുള്ളൊരു വകുപ്പ് ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ചെറിയൊരു മിസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് പേഴ്സണലി വേറെ പ്രത്യേകിച്ചൊന്നും ഈ പടത്തിനെ പറ്റി പറയാനില്ല. ഗംഭീരമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഫാമിലി ആയിട്ട് ഏത് പ്രായക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയാണ് പ്രേമലു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ
അടുത്ത ഒരു ഗംഭീര വിജയമാകാൻ പോകുന്നൊരു സിനിമയായിരിക്കും പ്രേമലു. അപ്പോൾ പടം കാണാൻ എൻജോയ് ചെയ്യുക. അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു.